ഞാൻ കലാമോഹൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്നും ഒരു മോശപ്പെട്ടൊരു വാർത്ത, ഒരു ദുരന്തം, വല്ലാത്തൊരു വാർത്ത നമ്മൾ കണ്ടു. അതായത് 13 വയസ്സുകാരി സ്വന്തം അപ്പൂപ്പനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു. 18 വയസ്സിന് താഴെയുള്ള അവളുടെ ആൺ സുഹൃത്തുക്കൾ വന്ന് അപ്പൂപ്പനെ കൊന്നു. അപ്പോൾ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ എപ്പോഴും കേൾക്കുന്നൊരിതാണ്, ഇത് പിള്ളേരിത് എന്താണ്, ഇതിങ്ങനെ എന്തൊരു കഷ്ടമാണ്, നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, നമ്മൾ പിന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവരുടെ ഒന്നും നമുക്ക് മനസ്സിലാവാനും പറ്റുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അതൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓരോ പ്രാവശ്യവും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്നെ അറിയാത്തവരുണ്ടാവും, ഞാൻ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളതെന്നൊന്നും അറിയാത്തവരുണ്ടാവും. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 27 വർഷമായിട്ട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. പല മേഖലകളിൽ നിന്നും തുടങ്ങി ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രീലാൻസിങ് ആയിരുന്നു എപ്പോഴും എനിക്ക് സൗകര്യം. കാരണം ഒരുപാട് ബാക്കി ഒരു ജോലിയും പോലെയല്ല, സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ തരത്തിലെ എക്സ്പീരിയൻസും നമുക്ക് ആവശ്യമാണ്. എൻ്റെ സ്റ്റാർട്ടിങ്, അതായത് PG കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞങ്ങളുടെ നാട്ടിൽ കൊല്ലത്ത് സന്ധ്യ മാഡം ആദ്ര പോലീസ് കൗൺസിലിംഗ് സെൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം അന്നുണ്ടായിരുന്നു. ഫിറോസ് സാറ് DYSP, അവിടോട്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട്, കാരണം നമുക്ക് അന്നൊന്നും വലിയ എക്സ്പോഷേഴ്സ് ഒന്നും ഇല്ലല്ലോ, അങ്ങനെ അവിടെ ചെല്ലുകയാണ് മാഡത്തിൻ്റെ കൂടെ വോളണ്ടറി ആയിട്ടൊരു കൗൺസിലറായിട്ട്. പിന്നെ RCC, പിന്നെ മെൻ്റൽ ഹോസ്പിറ്റൽസ്, അങ്ങനെ പല മേഖലകളിൽ. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ചൊറിയാനായിട്ട് അങ്ങനെ അവസാന ഘട്ടം വരെ പറയുമായിരുന്നു എല്ലാവരും, ഒരിടത്ത് അടങ്ങി നിൽക്കത്തില്ല, ചാടി പോകുന്നു. പക്ഷെ സൈക്കോളജി നന്നായിട്ട് നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരണമെങ്കിൽ പോലും വാസ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ പല മേഖലകളിൽ ജോലി ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുസ്തകത്തിലൊന്നും അല്ല. പുസ്തകം എന്ന് പറയുന്നത്, സൈക്കോളജി പുസ്തകം എന്ന് പറയുന്നത് വെസ്റ്റേൺ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. അവിടെയാണ് നമ്മളൊരു നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൾച്ചറിൽ നമ്മൾ അതും പല ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് അല്ലേ ഓരോ സ്ഥലത്തും. ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലത്തും പല കൾച്ചറായിരിക്കും, കൊല്ലത്തും പലതരത്തും പല കൾച്ചറായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ആകാം എന്ന് അവർ പറഞ്ഞു തുടങ്ങുമ്പോഴേ നമുക്കൊരു എന്ത് കിട്ടും, ഇൻസൈറ്റ് കിട്ടത്തുള്ളൂ. അതൊന്ന്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കോളേജസിലും സ്കൂൾസിലും വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റ് കുറച്ച് എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക്, ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊരു കോൺഫിഡൻസ് നന്നായിട്ട് വന്നു. അത്രയും വർഷങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് ആ കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെയാണ് എനിക്ക് മുതിർന്നവരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം. എപ്പോഴും പറയും ജനറേഷൻ ഗ്യാപ്പ്. എൻ്റെ 7ാം ക്ലാസ് വരെ ഞാൻ അനുഭവിച്ചൊരു സ്നേഹമുണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ. അച്ഛമ്മ ഞാനുമായിട്ട് ഒന്നിച്ച് സിനിമ കാണുമായിരുന്നു. ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥ ഞാൻ ആദ്യം കേൾക്കുന്നത് അച്ഛാമ്മയുടെ വായിൽ നിന്ന്. അച്ഛാമ്മയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊരു പ്രണയകഥയാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സംഭവം അച്ചാമ്മയ്ക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാനൊരു സ്പെഷ്യൽ, അച്ചാമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും മക്കളോട് അച്ചാമ്മയ്ക്ക് ഒരേപോലെ തന്നെ ആയിരുന്നു. പാർഷ്യാലിറ്റി ഇല്ലാത്തൊരു അച്ചാമ്മയായിരുന്നു. എല്ലാവരും വിചാരിക്കും എന്നെയാണ് സ്നേഹം. അതൊരു വലിയ കഴിവാണ്. ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാ കൊച്ചുമക്കളോടും ഒരുപോലെ പെരുമാറുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. അപ്പം അതിൽ എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ, അതിനകത്ത് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലായിരുന്നു. ജനറേഷൻ ഗ്യാപ്പും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഒന്നുമില്ല, ഭയങ്കര ഒരു ഡെപ്തായിരുന്നു. അപ്പം അതെനിക്ക് 7th സ്റ്റാൻഡേർഡ് വരെ കിട്ടിയിട്ടുള്ളൂ. അച്ചാമ്മയും ഞാനും തമ്മിലുള്ള അങ്ങനൊരു, അച്ചാമ്മ പിന്നെ മരിച്ചുപോയി. അപ്പം ഇത് പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ആ ഒരു സാധനം നമുക്ക് പ്രൊഫഷണൽ ലൈഫിൽ എടുക്കാൻ പറ്റും. പ്രൊഫഷണൽ ലൈഫിൽ കിട്ടുന്ന കുറച്ച് ഊർജം പേഴ്സണൽ ലൈഫിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സബ്ജക്റ്റ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ പാഷനായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഞാൻ കാട് കയറി പോവുക. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണുള്ളത് എന്ന് ഞാൻ വാദിക്കുകയാണ് മുതിർന്ന പാരൻസിനോട്.
കാരണം നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇടപെടുമ്പോൾ നമ്മളും ആ കാലം കഴിഞ്ഞതാണ് എന്ന് നമ്മുടെ മനസ്സിലെങ്കിലും വേണം. അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒരു മറയില്ലാതെ അങ്ങനെ എന്നല്ല, പ്രായത്തിനൊത്തോണം അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റണം. ഈ പണ്ട് മൊബൈൽ ഇറങ്ങിയ സമയത്ത് ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പയ്യൻ, അവൻ ഭയങ്കര നോട്ടിയാണ്. അപ്പം അവൻ അന്ന് 9th അവൻ്റെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ ഏറ്റവും നല്ല പിള്ളേരാണ്. അതായത് അധ്യാപകർ നല്ല പിള്ളേരെന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും, മാർക്ക് പിന്നെ ഇവരെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക, അതൊക്കെ വലിയ ബേസിക്കായിട്ട് നമ്മൾ നല്ല കുട്ടികളെന്ന് പറയുന്നത്. അപ്പം ഈ കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങൾ കൗൺസിലേഴ്സിന് വരുന്ന കുട്ടികളെന്ന് വെച്ചാൽ ഈ നല്ല സോ കോൾഡ് അധ്യാപകരുടെ നല്ല കുട്ടികളായിരിക്കത്തില്ല, കുരുത്തക്കേടുള്ള അധ്യാപകർക്ക് ഇഷ്ടമല്ലാത്ത കുട്ടികളാണ് ഞങ്ങളുടെ കുട്ടികളാവുന്നത്. അപ്പോൾ ഇവൻ അങ്ങനെ ഈ പയ്യൻ എൻ്റെ കുട്ടിയാണ്, കാരണം കുരുത്തക്കേടുണ്ടല്ലോ. അത് എങ്ങനെയാണ് അവൻ എൻ്റെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ, അവൻ ഈ മൊബൈൽ ഇറങ്ങിയ സമയത്ത് അവൻ മൊബൈൽ കൊണ്ടുവന്നിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ഈ സൈഡ് പോർഷൻ അവൻ എടുത്തു. അപ്പോൾ മൊബൈൽ അതൊന്നും ആയി വരുന്നതേ ഉള്ളൂ. ആ ഒരു അത്രയും കുട്ടികളുടെ കയ്യിലൊക്കെ കിട്ടുന്നത് അപൂർവമാണ്. ഇപ്പോഴത്തെ പോലെ അതൊക്കെ വളരെ അപൂർവം കുട്ടികളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് വലിയൊരു ന്യൂസാക്കി. എൻ്റെ അമ്മ വന്നിട്ട് ആർക്കൊക്കെ മാനം പോകുന്ന കണക്കാണ്. കാരണം അപ്പോൾ അവരിങ്ങനെ എൻ്റെ അടുത്ത് പറയും, മാഡം എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ വീടിനെ കുറിച്ച് മാഡത്തിന് അറിയാഞ്ഞിട്ടാ ഇപ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന. കാരണം അവരുടെ ആ ഒരു മാനസികാവസ്ഥ, ഞങ്ങൾ ഭയങ്കര ദൈവഭക്തിയായിട്ടുള്ള ആളുകളാണ്, ദൈവഭയമുള്ള ആളുകളാണ്, ഞങ്ങൾ എപ്പോഴും ഇന്ന ആളുകളൊക്കെ ഞങ്ങളുടെ കുടുംബത്തുണ്ട്, വലിയൊരു കുടുംബമാണ് ഞങ്ങൾക്ക് ഇന്നടുത്ത്, അതുകൊണ്ട് ഇതോടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ഞാൻ എൻ്റെ മറ്റ് 2 കുഞ്ഞുങ്ങൾക്കും ദൈവഭയമുണ്ട്, അധ്യാപകരെ ഇങ്ങനെ കാണുന്നു, മാഡത്തിന് തന്നെ അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാൻ വളർത്തിയ കുഴപ്പമല്ല, ഇതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ വളർത്തിയ കുഴപ്പമല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ, ഒരാൾ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് മിടുക്കനാണല്ലോ കൊച്ച് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവന് അത് സത്യത്തിൽ പറഞ്ഞാൽ അതൊരു ഭാരമാണ്, അതിങ്ങനെ തലയിൽ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ 10 വട്ടം നമ്മളൊരു കുട്ടിയെ മുതിർന്നവർ മറ്റുള്ളവർ മുമ്പിൽ വെച്ച് കുറ്റം പറഞ്ഞു നോക്കേ, ഒരു രക്ഷയില്ല. അയ്യോ എൻ്റെ 2 പിള്ളേരും ഭയങ്കര നല്ലതാണ് കേട്ടോ, ഇവനിങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കേ, അവൻ ആ വഴിക്ക് അങ്ങനെ പോകത്തേ ഉള്ളൂ, നമുക്ക് ഇട്ടുള്ള പണി കിട്ടുകയും ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. പിന്നെ അതുപോലെ അതൊക്കെ കഴിഞ്ഞു, ആ വർഷങ്ങളൊക്കെ കഴിഞ്ഞു. വേറൊരു എത്രയോ 10-15 വർഷത്തിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. കോളേജസിലെത്തുമ്പോഴും സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്ന കുട്ടികളുണ്ടാവും. മിക്കവാറും എല്ലാ കോളേജസിലും എല്ലായിടത്തും ഉണ്ടാവും. മനുഷ്യരില്ലേ, എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമല്ലോ, അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പം ചില കേസിൽ അവർക്ക് ചില വാശികളും ഒക്കെ, ചില പിടിവാശികളും. അപ്പം ഒരു കുട്ടി അങ്ങനെ, അതിൻ്റെ അമ്മ തന്നെ എന്നെ കണ്ടുപിടിച്ചു, ഇന്ന കോളേജിലാണെന്ന് പറഞ്ഞു, അതിനെ കൊണ്ടുവന്നു. അപ്പം ഒരു ദിവസം രാവിലെ, സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ ഇപ്പം ഈ കുട്ടി എന്നെ വിളിക്കുന്നത്, മിസ് എനിക്ക് വയ്യ എന്നെ പോകാൻ പറയുന്ന സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട്, കോളേജിൽ വരാൻ പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, അവർക്ക് വയ്യല്ലോ, ഒന്നാമത് മെഡിസിൻ അങ്ങ് മാറ്റി എടുത്തു, അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൗസിനെസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ അവർ മാഡത്തിനെയും കുപ്പിയിലാക്കി. അപ്പോൾ എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഞാനത് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വിട്ടു, അവരുടെ അടുത്തുനിന്ന് എനിക്കെന്താണ് എന്നെ കുപ്പിയിലാക്കിയിട്ട് അവർക്കെന്ത് ഗുണം, എനിക്കെന്ത് ഗുണം? ഒരു ദിവസം ആ കുട്ടിക്ക്, മെഡിസിൻ എടുക്കുന്ന കുട്ടിയാണ്, ഒരു ദിവസം അതിനൊന്ന് റെസ്റ്റ് എടുക്കാൻ ഞാൻ ആ പാരൻറ്റിനോട് ആവതും കെഞ്ചി. അപ്പം അവർക്കതൊരു വാശി പോലായി. അവർക്കതൊരു വാശി, ഒരു ഈഗോ പ്രശ്നം പോലായി. അതൊരു ഈഗോ കാണിക്കേണ്ട കാര്യമല്ല, ഇതെങ്ങനെ നിൽക്കട്ടെ അതുപോലെ. അപ്പം അങ്ങനെയുള്ള പാരൻസിൻ്റെ അടുത്ത് അവരുടെ കുട്ടിയാണ്, എനിക്ക് എന്ത് അവകാശമുണ്ട് അതിൽ കൂടുതൽ പറയാനായിട്ട്? ഞാനത് പിന്നെ അങ്ങനെ അങ്ങ് വിട്ടു. കാരണം കുട്ടി എൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആവുന്നത് അപ്പുറത്തെ സൈഡിൽ പ്രശ്നമാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഈ പറയുന്ന കണക്ക് ഒരു
ഈഗോയും പൊസസീവ്നെസ്സും എല്ലാം കൂടി ചില നേരം ഒരു ഡാർക്ക് അടിച്ചാലുണ്ടല്ലോ, ആർക്കാണ് നമ്മൾ കാരണം, നമ്മുടെ ഈഗോ കാരണം പ്രശ്നം വരുന്നതെന്നുള്ളത് നമ്മൾ അറിയത്തില്ല. ഈ എല്ലാ മനുഷ്യർക്കും ഈഗോ ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഈഗോ ഉണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ, കുട്ടികളുടെ കാര്യം വരുമ്പോൾ നമ്മൾ ആ ഈഗോ നമുക്ക് ഒന്ന് സറണ്ടർ ചെയ്യണം. നമ്മളാണല്ലോ അവരെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു മിനിമമായിട്ടുള്ള കുറച്ച് ഒരു കരുണ അവരോട് കാണിക്കണം. നമ്മൾ നല്ല മാർക്കൊക്കെ കിട്ടുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് എല്ലാവരും മുമ്പിൽ നോക്ക്, എൻ്റെ മോള് കണ്ടോ, എൻ്റെ മോൻ കണ്ടോ എന്നൊക്കെ പറയും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നോക്ക് അപ്പുറത്തെ വീട്ടിലെ അങ്ങേരുടെ മോനുണ്ട്, നീ പോയി അവന് അടുക്കള പണി ചെയ്ത് കൊടുക്കും, അവൻ്റെ അടിവസ്ത്രം കഴുകിക്കൊടുക്കും, ഇങ്ങനെ പറയുന്ന പാരൻസ് ഉണ്ട്. ഈ കുട്ടികൾ വന്ന് പറയും, ഇത് കേൾക്കുമ്പോൾ മാമേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറുപ്പ് വരുമെന്നറിയാവോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഒരു മാർക്ക് പറയുമ്പോൾ എന്തിനാണ് ഇവൻ പോയി അവൻ്റെ അടിവസ്ത്രം കഴുകുന്നത്? എന്തിനാ കഴുകുന്നത്? അപ്പം ഇങ്ങനെയുള്ള ഡയലോഗ്സ് പറയുമ്പം നിങ്ങൾ അച്ഛനും അമ്മയാണ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നരുത് എന്നല്ല, നമ്മൾ വെറുത്തു പോവും. നമ്മളാണെങ്കിൽ ഇങ്ങനെ വെറുക്കത്തില്ലേ, പിള്ളേർ വെറുത്തു പോവും. ഇത് ഞാൻ പാരൻസിനെ ഒന്നും കളിയാക്കാൻ പറയുമല്ല. നേരത്തെ ആ പാരൻ്റ് പറഞ്ഞ പോലെ എന്നെ കുപ്പിയിലാക്കിയോണ്ടൊന്നും പറയല്ല. ഞാനൊരു 27 വർഷം കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടതുകൊണ്ടും ഞാൻ അത്യാവശ്യം നോട്ടിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നുകൊണ്ടും ഞാനൊരു സോ കോൾ നല്ല കുഞ്ഞല്ലായിരുന്നു. അതുകൊണ്ടും എനിക്കറിയാം ഒരു കമ്പാരിസൺ വരുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ഒരു കമ്പാരിസണിൽ ഞാൻ എത്രമാത്രം തകർന്ന് തരിപ്പണമായിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇപ്പോഴും 60 ഒക്കെ വയസ്സുള്ള ആളുകൾ വന്നിട്ട് പറയും, മാഡം 10ഉം 12ഉം വയസ്സുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ പറയും, മാഡം ഒന്നും തോന്നില്ലേ, എനിക്ക് ഞാനങ്ങ് ഇമോഷണലായിപ്പോയി, 10-12 വയസ്സിലെ കാര്യം പറഞ്ഞ് ഞാനങ്ങ് ഇമോഷണലായി. 10-12 വയസ്സിലെ കാര്യം 60 വയസ്സുകാരനോ 60 വയസ്സുകാരെയും പറയുമ്പോൾ അവർ ഇമോഷണൽ ആവുന്നത് ഷെയിമൊന്നുമല്ല. നമ്മൾ ആ പെയിൻ അനുഭവിക്കുമ്പോൾ നമ്മൾ ആ പ്രായത്തിൽ പോയി നന്നായി സംസാരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അതൊരു ഷെയിമൊന്നുമല്ല. അങ്ങനെയാണല്ലോ മനുഷ്യന്മാർ. നമ്മൾ പഠിക്കുന്നു, ജോലി വാങ്ങിക്കുന്നു ഒക്കെ ചെയ്യുന്നെങ്കിലും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് സെൻസിറ്റീവ് തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ സൈക്കോളജിസ്റ്റാണ്, ഇത്രയും വർഷം, എനിക്ക് 51 വയസ്സായി, ഞാൻ 27 വർഷം പ്രൊഫഷണലായിട്ട് നിൽക്കുന്നു, എന്നാലും ഞാൻ സെൻസിറ്റീവാണ്. എനിക്കെൻ്റെ മനസ്സ് കല്ലായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കരയുന്നത് പ്രൊഫഷണലി, ഇപ്പം ഞാൻ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ബാക്കി സ്ഥലത്തോ എന്നെ കാണുന്നവർ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളെ കാണിക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരുങ്ങിയായിരിക്കും, എൻ്റെ ഫോട്ടോസിൽ ഞാൻ ചിരിച്ചു കൊണ്ടായിരിക്കും ഇരിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ വളരെ ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഇത്രയും വർഷമായിട്ട് നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളവരുമായിട്ട് വഴക്കിടണം, എല്ലാം വേണം, വഴക്കിടണം, എല്ലാം ചെയ്യണം. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് വേണം, ഇത് നമ്മുടെ കുഞ്ഞാണ്, ഇത് നമ്മുടെ മക്കളാണ്, ഇത് നിൻ്റെ മോനാണ്, എൻ്റെ മോളാണ്. ഇവിടെ നമ്മൾ വാശിയെടുക്കരുത്, നമ്മൾ പക വെക്കരുത്. എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആവത്തില്ല. പെർഫെക്റ്റ് എന്നൊരു വാക്കേ ഉടായിപ്പ. ഒരു ഗുഡ് അച്ഛനും അമ്മയും ആവാൻ നോക്കിയാൽ മതി, മനുഷ്യത്വം ഉണ്ടായാൽ മതി മക്കളോട്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും കുട്ടികളെ കുറ്റം പറയുമല്ലോ. അപ്പോൾ ആരെങ്കിലും അവരുടെ പക്ഷം കേൾക്കുന്ന ആരെങ്കിലും അവർക്ക് വേണ്ടിയും കൂടെ സംസാരിക്കണ്ടേ? അപ്പോൾ ഞാൻ ജയിലുകളിൽ പോകാറുണ്ട്. ജയിലുകളിൽ പോയിട്ട് വോളണ്ടറി ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ നോക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കൊടും ക്രിമിനൽ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നോക്കുമ്പോൾ അവൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ അവളുടെ ചൈൽഡ്ഹുഡ് ട്രോമ. ക്രൈമിനങ്ങനെ ആണും പെണ്ണെന്നൊന്നുമില്ല. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, പിന്നെ കുറച്ചൊക്കെ ജനിതകമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, കുറച്ചൊക്കെ ഹോർമോൺസിൻ്റെ കാര്യങ്ങളുണ്ടാവും. എല്ലാം അങ്ങ് ട്രോമയിൽ ബേസ് ചെയ്തിട്ടല്ല. എന്ത് സംഭവം ചെയ്താലും ട്രോമ അങ്ങനെയല്ല, എല്ലാം ഇതിനകത്തിലുണ്ട്. അപ്പം നമ്മളുടെ ഒരു വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്, വലിയൊരു പ്രോജക്റ്റാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു അമ്മ പറഞ്ഞിരുന്ന ദൈവഭക്തി ഉള്ളവരാണ് ഞങ്ങൾ, ദൈവഭക്തി ഉള്ളവരാണ്. ആക്ച്വലി അത് തന്നെ എടുക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ഭഗവാന്റെ ഏതെങ്കിലും ഒരു പടം ഇട്ടാലും കുറേ സ്മൈലി താഴെ ഇങ്ങനെ, ഞാൻ ഈ വാട്സപ്പിൽ ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഭഗവാന്റെ ഇതിടുമ്പം ചിലർക്ക് ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും, ഞാനൊരു കുറ്റം പറയില്ല കേട്ടോ, ഹാസ്യമായിട്ടുള്ള ഇമോജീസ് ഇടും. അപ്പം ഞാൻ ആലോചിക്കും എന്തിനാണ് അതിനകത്തിൽ ഇത്ര ഹാസ്യം വരുന്നത്? എനിക്ക് ഈ ലോകത്ത് ഭയക്കാനും എനിക്ക് പിന്നെ എന്താ എനിക്ക്
ഭയത്തോടെ നിൽക്കാനും അല്ലെങ്കിൽ എന്നെ കുറ്റം പറയും എന്നെനിക്ക് ഉറപ്പാക്കാനും ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ എനിക്ക് ഭയത്തോടെ നോക്കാനും അല്ലെങ്കിൽ ആ ഭയം മറച്ചു വെച്ച് പെരുമാറാനും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ എനിക്ക് എന്നെ ഒന്ന് ഇറക്കി വെക്കാനും ഞാൻ എന്താണ് പറയുന്ന സങ്കടങ്ങൾ കേൾക്കും എന്നും ഉറപ്പുള്ള ഒരേ ഒരിടം എന്ന് പറയുന്നത് ഭഗവാന്റെ മുന്നിലാണ്, എൻ്റെ പ്രാർത്ഥനകളിലാണ്. അപ്പോൾ ആ പ്രാർത്ഥനകളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. നമുക്ക് എന്താ സത്യത്തിൽ ജീവിക്കാൻ വേണ്ടത്? കോൺഫിഡൻസാണ്. അപ്പം ഞാൻ വളർന്നു വന്ന ചുറ്റുപാടിൽ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. പിന്നീട് വെച്ച് അതൊക്കെ അങ്ങ് മാറിപ്പോയി. അതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയിൽ ഞാൻ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ. സോ എനിക്ക് പ്രാർത്ഥനകൾ ഉള്ളപ്പോഴാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് ഈ 51ാമത്തെ വയസ്സിലും എനിക്ക് അതിനകത്തിൽ അത്രയും ഒരു ബലമാണ്, ശക്തിയാണ്. നമ്മൾ അത് കുറച്ച് നേരം നാമം ചൊല്ലാനായിട്ട് എടുക്കുമ്പോൾ അത്രയും ഒരു സമയം നമ്മളുടെ ബാക്കി ഒരു എന്താ നമ്മുടെ ലക്ഷറിയും പ്ലഷറും ഒക്കെ മാറ്റി നമ്മളൊന്ന് ത്യാഗം ചെയ്യുകയാണ്. ആ ഒരു പ്രാർത്ഥന കുറച്ച് സമയം അങ്ങനെ ചിന്തിക്കാം അല്ലേ, നമ്മളൊന്ന് സ്വയം ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പം അങ്ങനെയൊന്നുമുള്ള ശീലങ്ങൾ നമുക്കിപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു എളുപ്പ വഴിയിൽ ഞാൻ പറയാം, അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഒരാൾക്കൊരു കോൺഫിഡൻസ് വരുന്നെങ്കിൽ ഇതിനെ മതവും ജാതിയുമായിട്ടൊന്നും കലർത്തണ്ട. മനുഷ്യത്വമാണ് ഏറ്റവും നല്ല മതം എന്നൊരു കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും നമ്മൾ കുറച്ച് എന്തിനെങ്കിലും ഒക്കെ ഒരു വിശ്വാസം, അവനവനിലൊരു വിശ്വാസം വരണമെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണം. പിന്നെ പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെയൊക്കെ അതൊക്കെ ഞാനൊക്കെ ഒരു 80s കിട്ടാണല്ലോ. അപ്പോൾ നമുക്ക് സ്കൂളെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രിൽ പീരീഡ് ഉണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ എന്തായാലും കളിച്ചിരിക്കണം, കളിക്കാൻ എവിടെ കൊണ്ടിടും, അത് മസ്റ്റാണ്. ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ ആ പീരീഡും കൂടി അല്ലേ നമ്മൾ പ്രോജക്റ്റിന് എടുക്കുകയാണ്. പിള്ളേർക്ക് സമയമില്ല. ഇന്ന് അതായത് കോമ്പറ്റീഷനാണ്, പാരൻസും തമ്മിലൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ആ ഒരു പ്രസ്റ്റീജ് സാധനം എന്ന് പറയുന്നത് കുട്ടികളുടെ മാർക്കാണ്. പിന്നെ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല, പാരൻസിന് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ഡിഗ്രിക്ക് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത കോളേജിൽ 98 താഴെ ഉള്ളവരൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. അതാണ് പിള്ളേരുടെ ഒരു മാർക്കിൻ്റെ ഒരു എന്താ പറയുക, അതിന് താഴോട്ടുള്ളവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. 98 മുകളിലുള്ളവരെല്ലാം നിറഞ്ഞു കഴിയും. അത്രയും ബുദ്ധിയുള്ള പിള്ളേരാണ്, IQ ലെവൽ അത്രയും ഹൈ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ അടുത്ത് പറയാൻ പറ്റുന്നത് സ്ട്രിക്റ്റായിട്ടും ദേഷ്യവുമായിട്ടും അടിച്ചമർത്തിയ സ്നേഹം കാണിച്ച ഒരു തലയിൽ കയറും എന്നുള്ളതാണ് പാരൻസിൻ്റെയും സ്കൂൾസിലും കോളേജസിലും കുറച്ച് അധ്യാപകരുടെയെങ്കിലും ഒരു ചിന്ത. അത് എല്ലാ കുട്ടികളും അങ്ങനെയല്ല. ഭൂരിപക്ഷം കുഞ്ഞുങ്ങളും സ്നേഹത്തോടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. ഒരു പ്രായം വരെ ആയിരിക്കണം. എല്ലാം കഴിഞ്ഞ് നമ്മളെ അവർ വെറുത്ത് പണ്ടാരം അടങ്ങിയിട്ട് പിന്നെ സ്നേഹിക്കാൻ അങ്ങോട്ട് വന്നാൽ പറ്റത്തില്ല. ഇനി ഗ്രാൻഡ് പാരൻസിൻ്റെ കാര്യം എടുത്താൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ ഗ്രാൻഡ് പാരൻസിൽ ഈ മൊബൈൽ അഡിക്ഷനിലോട്ട് വരാത്ത എത്ര പേരുണ്ട്? ഒരു 60s 70s ഒക്കെ നോക്കുകയാണെങ്കിൽ അവരിലും ഒരു അഡിക്ഷനുണ്ട്. അവർ ഉറങ്ങുമ്പോഴും ഒക്കെ അവരുടെ കയ്യിൽ മൊബൈലുണ്ടാകും, അവരൊരു അഡിക്ഷനുണ്ട്. ഒരു 2000 പിന്നെ മൊബൈൽ ഇത്രയും കൂടുതലായിട്ട് കുട്ടികളുടെ കയ്യിൽ വരാത്തൊരു സമയത്ത് ഗ്രാൻഡ് പേരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള അടി എന്ന് പറഞ്ഞാൽ റിമോട്ടിന് വേണ്ടിയിട്ടായിരുന്നു. അതുപോലും ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതും വേണ്ട, റിമോട്ട് അവർക്ക് വേണ്ടല്ലോ. അവരവരുടെ മുറിയിൽ, എല്ലാവരും അവരവരുടെ മുറിയിൽ വളരെ സ്വസ്ഥമായിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മക്കളെന്ന് പറയുന്നൊരു വലിയ പ്രോജക്റ്റാണ്. ചിലപ്പം നമുക്ക് നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഇവരോട് ഭയങ്കര ദേഷ്യം വരും, ഒക്കെ വരും. പക്ഷേ നമ്മൾ ഈ പ്രോജക്റ്റ് നമ്മളെ തോറ്റു പോയാളുണ്ടല്ലോ, പിന്നെ നമുക്ക് വാരിക്കൂട്ടി എടുത്ത് ശരിയാക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ചില പാരൻസ് ഇങ്ങനെ പറയും മൊബൈലിൽ ഞാൻ ചോദിക്കുക എന്താ കാണുന്നത് നോക്കിയപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവും കൂടെ ആയതുകൊണ്ട്
അപ്പം ഞങ്ങൾക്കൊന്നും സമയമില്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ എങ്ങനെ ഇരിക്കാറില്ല, സമയമില്ല ഞാൻ പറയും. അപ്പം എനിക്ക് അവരിരുന്നാലും ഞാനിരുന്നാലും ഇതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷെ കുട്ടിയുടെ കാര്യം പറയുന്നതുകൊണ്ട് ഞാൻ പറയുമെന്നാണ്. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഈ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്നറിയാൻ നമ്മളും കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചിരിക്കണം. നമ്മളുടെ കുഞ്ഞുങ്ങൾ ജനറൽ ഇപ്പോൾ PTA മീറ്റിംഗ് വിളിച്ചാൽ ഒരു മനുഷ്യനും വരത്തില്ല, കാരണം സമയമില്ല. അധ്യാപകരെ നമുക്ക് തൊഴാൻ തോന്നും, ഇത്രയും ഇങ്ങനെയും പറയുമ്പോഴേ. അവർ കഷ്ടപ്പെട്ട് അവർക്ക് ഇഷ്ടം പോലെ ജോലിയാണ്. പണ്ടത്തെ പോലെ ഒന്നുമില്ല, അധ്യാപകർക്ക് നിറച്ചും ജോലിയാണ്. കോളേജിലൊക്കെ ഓടുന്നതാണ്, ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റാതെ ഓടുന്നതാണ്. അപ്പം എന്നുവെച്ചാൽ അത്രയും അവർക്ക് വേറെ ഒത്തിരിയും എക്സ്ട്രാ വർക്ക്സ് ഉണ്ട്. അപ്പം PTA മീറ്റിങ്ങിനൊന്നും വിളിച്ചാൽ വരത്തില്ല, ടൈമില്ല എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളായിരിക്കും വരുന്നത്. അതിൽ തന്നെ ഇതിങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരുടെ എക്സ്പ്രഷൻസ് കാണാം. കാരണം എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും താല്പര്യമൊന്നുമില്ല. എന്തോ മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ, ആപ്പുണ്ട് ഇങ്ങനെയൊക്കെ. നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുക എന്തൊക്കെ ആപ്പുണ്ട്. ഇപ്പോൾ ടെലഗ്രാം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പിന്നെ അതുപോലെ സ്നാപ്ചാറ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇത് സ്നാപ്ചാറ്റ് എന്താണെന്ന് ഇന്നാളൊരു പാരൻ്റ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് അതിനകത്ത് നമ്മളൊന്നും ചെയ്യാനല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു വേർഡ്സ് അതൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ ഇടയിൽ നിന്ന് അവർ തന്നെ പറഞ്ഞു തരുന്നത്, അല്ലാതെ നമ്മളെങ്ങനെ ഇതൊക്കെ അറിയുന്നത്. അവരുടെ ലാംഗ്വേജ് അവർ ചില കാര്യങ്ങൾ അവർ തന്നെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കുഞ്ഞുങ്ങൾ ചെന്നാൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു കാര്യമാണ് സെക്സ് ടോയ്സ് ഉണ്ട്, വൈബ്രേറ്റേഴ്സും ഉണ്ട്. എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എന്തായാലും ഉള്ള മെഡിക്കൽ സ്റ്റോഴ്സും ഉണ്ട്. അപ്പം ഒരാണും പെണ്ണും കൂടി ഇൻ്റർകോഴ്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം. നമ്മളിപ്പോഴും പ്രേമിക്കരുത്, സെക്സ് പാപമാണ്, ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രേമിക്കരുത് എന്നല്ല, നല്ല റിലേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമയമായി. സെക്സ് പാപമെന്നല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട. എന്താ, നമ്മൾ എത്ര വിഷന്നാലും ചീത്ത ഭക്ഷണം കഴിക്കുമോ? ഇല്ല. മോശമായ ഓടയിൽ നിന്ന് വരുന്ന വെള്ളം കുടിക്കുമോ? ഇല്ല. അതുപോലെ സെക്സ് എന്ന് പറയുന്നത് പുണ്യമായ ഒരു കാര്യമാണ്. നമ്മളത് അർഹിക്കുന്ന ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ് സെക്സ് എന്ന് പറയുന്നത്. അപ്പം വൈകല്യങ്ങളും ഇവരിപ്പം പണ്ട് പ്രണയലേഖനം എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തോ അതുപോലെ ഇത് ആ ഒരു ലെവൽ വിട്ടിട്ട് ഇപ്പോൾ പോൺ മൂവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്, പിന്നെ അവർക്ക് ആ ഒരു തലം വിട്ടിട്ട് ഇവർക്ക് നേരിട്ട് കാണാനുള്ള സാഹചര്യം ഇതൊക്കെ ഉണ്ട്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പല പല കേസുകളും ഇതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സെക്സ് ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഇത് പാരൻസ് അറിയാറുണ്ടോ? വൈബ്രേറ്ററൊക്കെ തെറ്റല്ല, അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അതിനകത്തിൽ വരുന്ന അപകടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുള്ളവരാണോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്? അവരത് എടുത്തെന്ന് വെച്ചാൽ അതൊരു പാപം ആയിട്ട് അവരുടെ തലയിൽ ഇട്ട് കൊടുക്കാനല്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അത് പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ വൈബ്രേറ്ററൊക്കെ വാങ്ങിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഒന്നും അല്ല, അങ്ങനെ കണക്കാക്കരുത്. ഞാൻ സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം കൊണ്ടുവരണം. അതല്ല അയ്യോ നീ കൊള്ളാമല്ലോ, നീ വളരെ മോശം, നീ വൈബ്രേറ്റർ. ഇപ്പം നമ്മളതിനെക്കുറിച്ചിട്ട് എതിർത്താൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേറെ ആളുകളുണ്ട്. സോ നമ്മളെന്തിനാ എതിർക്കുന്നേ? നമ്മളവർക്ക് പറഞ്ഞു കൊടുക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. സെക്സ് എന്ന് പറയുന്നത് വളരെ പവിത്രമായ, വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രക്രിയയാണ്. അതിനെ തിരഞ്ഞെടുക്കുന്ന ആൾ അത്രയും നല്ലതായിരിക്കണം. ഈ ആപ്പുകൾ ഒരുപാടുണ്ട്. പൈസയ്ക്ക് മുട്ട് വരുമ്പോൾ ആപ്പിലൂടെ കാണുന്ന ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ് ഷുഗർ ഡാഡീസ്, അവർ അതിനെയാണ് ആശ്രയിക്കുന്നത്. അവർക്ക് ഇതൊന്നും പൈസ ഇല്ലാത്ത കൊച്ചു വീട്ടിൽ എന്ന് എഴുതിത്തള്ളരുത്. എല്ലാ കാറ്റഗറിയിലും ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ എല്ലാ കാറ്റഗറിയിലും പിള്ളേരും ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെയും അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കാണുന്ന മക്കളുണ്ടെങ്കിൽ അവരിതിനകത്ത് നിന്ന് മാറി നിൽക്കും. അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നത് കാണുന്ന മക്കളുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇപ്പം ജയലളിതയുടെ ഒരു ഇൻ്റർവ്യൂ ഞാനൊരു പ്രാവശ്യം കണ്ടപ്പോൾ അവരിങ്ങനെ പറയായിരുന്നു, അവരുടെ അമ്മ ഭയങ്കര ഒരുപാട് കഷ്ടപ്പെട്ട് അവരെ വളർത്തിയത്. അപ്പം പക്ഷേ അതവരറിയുന്നത് അവരെ സിനിമയിലോട്ട് കൊണ്ടിടാനായിട്ട് ഈ അമ്മ ശ്രമിക്കുമ്പോഴാണ് അറിയുന്നത് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന്. അവർ വിചാരിച്ചത് അവരൊരു മില്യനറാണെന്നാണ് വിചാരിച്ചതെന്ന്. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ
അതിൽ ശരി ഏത് തെറ്റേത്, നമ്മുടെ മാർഗം എന്ത്, ഇതെല്ലാം അവരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഇത് മക്കൾ അറിയേണ്ട കാര്യമല്ല എന്ന് വിചാരിക്കരുത്. മക്കൾ അറിഞ്ഞ് തന്നെ വളരട്ടെ, എല്ലാ മക്കളും അറിഞ്ഞു വരട്ടെ. ആർക്കും 100% നല്ല മക്കളെ കിട്ടത്തില്ല. കാരണം നമ്മൾ 100% നല്ലൊരു അച്ഛനമ്മയാണോ, നല്ലൊരു ആസ് എ പേഴ്സൺ ആണോ? അല്ല. നമ്മളൊക്കെ ഒരു ഗുഡാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമ്മുടെ മക്കളും അങ്ങനെ ആയി വരട്ടെ. അപ്പം അവരെ നമ്മൾ പൊതുജനം പോട്ടെ, പൊതുജനത്തിൻ്റെ മുന്നിൽ നമ്മൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കും. ബന്ധുക്കൾ വരുന്ന ഉടനെ ഇവളെ കൊണ്ട് എനിക്കൊരു തലവേദന തന്നെയാണ്, ഒരു രക്ഷയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കമൻസ് ഒഴിവാക്കുക. അവരുടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷ നൽകി, വലിയ വാക്കുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ അതേ പറഞ്ഞില്ലേ, 60 വയസ്സിൽ വന്ന് 10 വയസ്സുകാരിയുടെ വിഷമം അതേ മുഖത്തോട് പറയുമ്പം ആ വാക്ക് അപ്പോഴും അവരെ പൊള്ളിക്കുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പൂപ്പൻ അമ്മൂമ്മയാണെങ്കിലും ഒക്കെ അവരുടെയും ഒക്കെ ലോകം മാറിപ്പോയി. ഇപ്പോൾ അവർ പണ്ടത്തെ ജനറേഷനിലുള്ള നമ്മളെ ഒരുപാട് മുന്നത്തെ തലമുറ നോക്കുകയാണെങ്കിൽ മരുമക്കത്തായം കഴിഞ്ഞു, മക്കത്തായം വന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ വളരെ അച്ഛനമ്മ 2 മക്കളെന്നുള്ളൊരു ഇതായി. അച്ഛനമ്മ മക്കൾ വല്ല സ്ഥലങ്ങളിലാണ് ഗ്രാൻഡ് പാരൻസ് കൂടെ കാണും. ഈ ഗ്രാൻഡ് പാരൻസിൽ തന്നെ പാർഷ്യാലിറ്റി കാണിക്കുന്ന ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും. ഈ ഗ്രാൻഡ് പാരൻസിൽ തന്നെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇപ്പോഴത്തെ വേറൊരു കൗൺസിലിംഗ് സ്ഥിരമായിട്ട് വരുന്നൊരു സാധനമാണ്, ഒരു വീട്ടിൽ അച്ഛൻ അമ്മ മക്കളാണ്. ചിലപ്പം മകളും മകളുടെ ഭർത്താവും ആയിരിക്കും. പക്ഷേ ഒരു 4 പേര്, 2 പുരുഷന്മാരും 2 സ്ത്രീകളും താമസിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് മകളും ഭർത്താവുമല്ല, വേറെ 2 വ്യക്തികളാണ്. അപ്പോൾ മരുമകളും അമ്മായിമ്മയും മാത്രമല്ല, അമ്മയും മോളും ആണെങ്കിലും അവിടെ നല്ല ഈഗോ പ്രശ്നം വരുമ്പോൾ മകളുടെ മകൾ എന്ന് പറയുന്നത് എൻ്റെ കൊച്ചുമോളല്ല, ലവളുടെ മോളാണ്. മനസ്സിലായ? ലവളുടെ മോള്. അപ്പം കൊച്ചിൻ്റെ അടുത്ത് പറയുന്നത് ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇങ്ങനെ വീടിനകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് നിന്ന സമയത്ത് പിള്ളേരുടെ വഴി എനിക്കിങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഞാൻ പറയും, നമ്മൾ ഭൂമിയിൽ അങ്ങോട്ട് ചവിട്ടി നിന്നിട്ട് ഉൾക്കണ്ണ് തുറന്ന് കണ്ടാൽ കുറേ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ പെർഫെക്ഷൻ വാക്കൊന്നുമില്ല. എല്ലാ വന്നിട്ടുള്ള കൺസൾട്ടേഷൻ വന്നിട്ടുള്ളതാണെങ്കിലും കോളേജിലുള്ളതാണെങ്കിലും എല്ലാ കേസുകളും ഒന്നും എനിക്ക് സക്സസ് ആക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ പാരൻസ് എന്നെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കോൺഫിഡൻഷ്യലായിട്ട് ഞാൻ സൂക്ഷിക്കും, അവരുടെ പ്രശ്നങ്ങളെ സൂക്ഷിക്കും എന്ന് എന്നെ ഏൽപ്പിക്കുന്ന കുട്ടികളെ എൻ്റെ പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പറ്റാതെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ഇൻസിഡൻറ്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ കുട്ടിക്ക് ഒരു അബ്യൂസ്മെൻ്റ് ഉണ്ടായി. അവൾ വർഷങ്ങൾക്ക് ശേഷം കോളേജിൽ ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തള്ളി തുറന്ന് ഓടി വന്ന് എൻ്റെ മുന്നിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇങ്ങനൊരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ ആദ്യമായിട്ട് എന്നോടത് പറയുന്നത്. അപ്പം അവൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് അവളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവളുടെ അനുവാദത്തോടു കൂടി തന്നെ അവളുടെ പാരൻസിനെ വിളിച്ച് സംസാരിച്ചു. അവർ വന്നു. ആ അച്ഛൻ മനസ്സിലാക്കി. പക്ഷെ അമ്മയുടെ മുഖഭാവത്തിൽ ഒറ്റ കാര്യമുള്ളായിരുന്നു, വീട്ടുകാരോട് പറയാതെ എന്തിന് എന്നോട് പറഞ്ഞു. ആ കുഞ്ഞ്, അതായത് കൗൺസിലർ കോളേജിൽ, ഞാൻ ഈ ഓരോ കേസും വിറ്റിട്ട് വിറ്റ് മറിച്ച് വിൽക്കാനാ? എന്ത് നേട്ടം? എനിക്ക് മറിച്ച് വിട്ടിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? അവരുടെ ഒരു മുഖത്തിൽ ഇതും അവരുടെ എക്സ്പ്രഷൻസും അവരുടെ വാക്കുകളും മറക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇത് ഇത്രയേ ഉള്ളൂ. വീട്ടിൽ വന്ന് പറയേണ്ട കാര്യം ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഇനി അത് ആ ഒരു സാധനം മാത്രം എനിക്ക്, അല്ലാതെ ആ കുട്ടി ഇത്രയും വർഷം അത് അനുഭവിച്ച പെയിൻ, ആ ഒരു കാര്യത്തിനെക്കുറിച്ച് അവരുടെ ഹൃദയത്തിലൊന്ന് തട്ടിയിട്ട് പോലുമില്ല. പക്ഷെ ആ അച്ഛൻ്റെ മുഖത്ത് അതുണ്ടായിരുന്നു. അപ്പോൾ 9 മാസത്തിൻ്റെ കണക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മക്കളുടെ പെയിനും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിലും ഈ പീഡനം എന്ന് പറയുന്നില്ലേ, അതിലൊക്കെ അവർക്ക് തിരിച്ചറിയുന്നൊരു സമയമുണ്ട്. അത് ഓടി വന്ന് നമ്മുടെ അടുത്ത് പറയും, ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞോളെ പാരൻസ് വന്നിട്ട് പറയും, അങ്ങനെ പറ്റിപ്പോയി, അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അത് ഇപ്പോൾ അടുത്ത ബന്ധുവാണ്, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ബന്ധങ്ങളെല്ലാം ഇല്ലാതാക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് അപ്പോൾ എന്താ വിചാരിക്കുന്നത്? അവർ ഒരു കാര്യം പറയുവാണ്, നിൻ്റെ തോന്നലായിരിക്കും, അങ്ങനെ എൻ്റെ
ചിറ്റപ്പൻ എന്നെ അങ്ങനെ ചെയ്തായിരുന്നു പണ്ട്, പക്ഷെ എനിക്കത് മനസ്സിലായില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ, അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ നിൻ്റെ തോന്നലത്, പിന്നെ അവരൊന്നും അങ്ങനെയൊന്നും അല്ല, അല്ല ഇതിന് എന്തോ ഇത്ര വർഷമായില്ലേ, ഇനി എന്തോ നിനക്ക് അതും വെച്ചുകൊണ്ടങ്ങ് ഇരിക്കുന്നത്, പഠിക്കാൻ പറ്റാത്തതിന് ഓരോരോ കാരണങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യരെ, ഈ പാരൻസിനെ ഇവർ വെറുക്കില്ല എന്നെന്തോ ഉറപ്പ്. അപ്പം നമ്മൾ ഇതിനൊക്കെ ഓരോ കഥയ്ക്ക് പിന്നിലും ഓരോ കഥയുണ്ട്. എങ്ങനെ ഒരാൾ അങ്ങനായി, എങ്ങനെ ഈ 13 വയസ്സുകാരി ഇങ്ങനെ ആയി, ഇതായിരുന്നു രാവിലെ തൊട്ട് ഞാൻ മനസ്സിലാലോചിച്ചൊരു ക്വസ്റ്റ്യൻ, എങ്ങനെ ആ കുഞ്ഞിങ്ങനായി.